ഇരു മുന്നണികളും പാലക്കാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നെന്നും ഒരുവിധ ജനോപകാരപ്രദമായ പദ്ധതികളും നടപ്പിലാക്കാൻ MP എന്ന നിലയിൽ ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടില്ലെന്നും പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറഞ്ഞു. മോദി ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഉപയാത്ര എന്നുള്ള രീതിയിൽ പദയാത്രകൾ നടത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാമത്തെ റൗണ്ടാണ് നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും. നമ്മൾ 7 അസംബ്ലി മണ്ഡലങ്ങളെ 14 സംഘടനാ മണ്ഡലങ്ങളാക്കിയത്, ഞങ്ങളുടെ പാർട്ടി മണ്ഡലങ്ങളാക്കിയത്. അപ്പോൾ 14 മണ്ഡലങ്ങൾ, രാവിലെ ഒരു മണ്ഡലം, ഉച്ചയ്ക്ക് ശേഷം ഒരു മണ്ഡലം. അങ്ങനെ ആ തരത്തിൽ രണ്ടാമത്തെ റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ട് ഒരു 50% മണ്ഡലങ്ങളിലെത്തി. എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ. കാരണം 2019 ഞാൻ മത്സരിച്ചു. 2019 മത്സരിച്ച ആളായതുകൊണ്ട് ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്തും അന്ന് BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കിട്ടിയ റെസ്പോൺസ്, അന്നത്തെ പ്രതികരണം ഇന്ന് ജനങ്ങളുടെ ഇടയിലുള്ള പ്രതികരണം വലിയ വ്യത്യാസം. ജനങ്ങളിന്ന് BJPയിലും മോദി സർക്കാരിലുള്ള അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന രീതിയിലേക്ക് മോദി സർക്കാരും മോദിജിയാണ് ഇനി രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് അവരുടെ എല്ലാം പ്രതികരണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ, ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ അവരുടെ അനുഭവങ്ങൾ, അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ലഭിച്ച ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നു. അത് വീടുകളായാലും ശരി, കുടിവെള്ള പദ്ധതിയായാലും ശരി, ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ ആയാലും ശരി, ഇപ്പോൾ ഏറ്റവും അവസാനം വിശ്വകർമ്മ യോജനയുടെ രജിസ്ട്രേഷൻ ആയാലും എല്ലാം, ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഇങ്ങോട്ട് അവർക്ക് ലഭിച്ച കാര്യങ്ങളെ സംബന്ധിച്ച്, കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. ജനങ്ങളെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരുകൾ, BJP സർക്കാർ, NDA സർക്കാർ തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആർക്കാണ് ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ കഴിയുക, ആർക്കാണ് ഈ രാജ്യത്ത് ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിക്കാനും കഴിയുക എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുപോലെ പാലക്കാടിനെ സംബന്ധിച്ചോളം, പാലക്കാട് 2 ഇടതുപക്ഷത്തിൻ്റെ MP-മാർ നിരവധി തവണ ഇവിടെ ജയിച്ചു. ഇപ്പോൾ 5 വർഷമായിട്ട് UDF ജയിക്കുന്നുണ്ട്. എടുത്തു പറയത്തക്ക ഒരു നേട്ടവും പാലക്കാടിനേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അവർക്ക് ബോധ്യമായി. ഇവിടെ NDA സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി, മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാലേ പാലക്കാടിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ പാലക്കാടിനേക്ക് കൊണ്ടുവന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഒരു MP ഇല്ല, ഒരു MLA പോലും ഇല്ലാതെ പാലക്കാടിന് 10,000 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാടിനായിട്ട് നൽകി. പാലക്കാട് IIT ആദ്യ ബഡ്ജറ്റിൽ, ഒന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ പാലക്കാടിനായിട്ട് IIT 1,500 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള IIT. അതിലെ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം, 2012 ശ്രീ ശശി തരൂർ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത്, HRD മിനിസ്റ്ററായിരുന്ന സമയത്ത് പറഞ്ഞു കേരളത്തിന് ഇനി IIT സാധ്യതയില്ല. കാരണം IIT എന്നുള്ളത് കേന്ദ്ര സർക്കാർ പുതിയ IIT തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല, അത് വേണ്ടാന്നാണ് തീരുമാനം. അതുകൊണ്ട് കേരളത്തിന് IIT ഇല്ല എന്നാണ്. പക്ഷേ കേരളത്തിന് ഒരു MP പോലും ആവശ്യപ്പെടാതെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ IIT. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കിൻഫ്രയിൽ കേന്ദ്ര സർക്കാരിൻ്റെ 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഫുഡ് പാർക്ക്, നമ്മുടെ ഒറ്റപ്പാലത്തെ കിൻഫ്രയിലുള്ള ഡിഫൻസ് പാർക്ക്, അതും കേന്ദ്ര സർക്കാരിൻ്റെ 50 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. അതുപോലെ നമ്മുടെ 2 സംസ്ഥാന പാതകളുടെ വികസനം, പാലക്കാട് താണാവ് മുതൽ നാട്ടുകൽ വരെയുള്ള കോഴിക്കോട് സംസ്ഥാന പാതയുടെ വികസനം 385 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് നൽകിയത്. അതിൻ്റെ മേൽനോട്ടം മാത്രം, അതിൻ്റെ നിർമ്മാണം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയത്. മുണ്ടൂർ മുതൽ തൂത വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം, അതിന് 250 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നോക്കിയാലും കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതികളോ വികസന പ്രവർത്തനങ്ങളോ പാലക്കാട് നടത്തുന്നത്. ഇതിനെല്ലാം പുറമെയാണ് പാലക്കാട് എല്ലാ നഗരസഭകൾക്കും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം. പാലക്കാട് നഗരസഭ, ജില്ലാ ആസ്ഥാനമായിട്ടുള്ള പാലക്കാട് നഗരസഭയിൽ
അമൃത് 1.0 പദ്ധതിയിൽ 221 കോടി രൂപ പാലക്കാട് നഗരത്തിൻ്റെ വികസനത്തിനായി നൽകി. പാലക്കാട് നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള 109 കോടി രൂപയുടെ ബൃഹത്തായിട്ടുള്ള കുടിവെള്ള പദ്ധതി പാലക്കാട് നഗരത്തിൽ നടപ്പാക്കി. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ പൊതുനിരത്തിൽ യന്ത്രക്കോവണി എസ്കലേറ്ററുള്ള നഗരമായിട്ട് പാലക്കാട് നഗരം കഴിഞ്ഞ ദിവസം മാറി. കേന്ദ്രമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ നഗരമാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുനിരത്തിൽ എസ്കലേറ്ററുള്ള രണ്ടാമത്തെ നഗരം പാലക്കാട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലാണ്. 10,000-കണക്കിന് ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ അർബൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകൾ പാലക്കാട് ജില്ലയിൽ അനുവദിച്ചു. ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, ചെർപ്പുളശ്ശേരി, ചിറ്റൂർ, മണ്ണാർക്കാട്, പാലക്കാട് ഈ മുനിസിപ്പാലിറ്റികൾക്കായിട്ട് അമൃത് 2.0 112 കോടി രൂപയാണ് ഇവിടുത്തെ കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ അഴുക്കുചാലുകളുടെ പ്രശ്നം, കുളങ്ങൾ നവീകരിക്കൽ ഈ പദ്ധതിക്കായിട്ട് മോദി സർക്കാർ നൽകിയത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം പാലക്കാട് നഗരസഭയ്ക്ക് 20 കോടി രൂപയും ഷൊർണൂർ നഗരസഭയ്ക്ക് ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിനായിട്ട് അതിൻ്റെ തീരം സൗന്ദര്യവൽക്കരിക്കാനായിട്ട് 5 കോടി രൂപയും പട്ടാമ്പി നഗരസഭയ്ക്ക് അതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ സോളാർ എനർജിയിലേക്ക് മാറ്റാനായിട്ട് 6.5 കോടി രൂപയും നരേന്ദ്രമോദി സർക്കാർ. നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം, ഇത്തരത്തിൽ എല്ലാ നവീകരണങ്ങളും റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കലെല്ലാം നടന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലം. ഇത്തരത്തിൽ 100 കണക്കിന് വികസന പ്രവർത്തനങ്ങൾ മോദി സർക്കാരിൻ്റെതായിട്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ നടപ്പാക്കി കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുണ്ട് പാലക്കാട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടപ്പാക്കാൻ പോകുന്ന പാലക്കാട് നിന്ന് കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ. ഇന്ന് പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 4-4.5 മണിക്കൂർ കാറിലായാലും ബസ്സിലായാലും യാത്രാ സമയമെടുക്കും. പക്ഷേ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണം കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ 1 മണിക്കൂർ 40 മിനിറ്റിൽ കോഴിക്കോട് എത്താൻ കഴിയും. 6 വരി പാതയാണ് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഗ്രീൻഫീൽഡിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത്. 10,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ പദ്ധതിക്കായിട്ട് ചെലവഴിക്കുന്നത്. അതിൽ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്ഥലമെടുപ്പിനുള്ള 100% തുകയും 4,000 കോടി രൂപയും നൽകുന്നത് കേന്ദ്ര സർക്കാർ. അതിൽ 2,000 കോടി രൂപ നൽകി ബാക്കിയുള്ള ആളുകൾക്കുള്ള കോമ്പൻസേഷൻ നൽകാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വലിയ നഷ്ടപരിഹാര തുക ലഭിച്ചത് ഈ ഗ്രീൻഫീൽഡ് ഹൈവേക്കായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകൾക്കും വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്കുമായിട്ടാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ അന്ന് സ്ഥലമെടുപ്പ് സമയത്ത് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകളുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളുമായിട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു. അദ്ദേഹത്തോട് കേരളത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലുള്ള വ്യത്യാസം, പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ടൗണുകളുടെ സാമീപ്യം എല്ലാം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റ് വിലയിൽ അധികമായിട്ടുള്ളൊരു കോമ്പൻസേഷനാണ് അവിടെ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നേരത്തെ എല്ലാം ഡിപ്രിസിയേഷൻ്റെ ഒരു ഘടകം വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് വീടുകൾക്ക് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു തുക കോമ്പൻസേഷനായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. റബ്ബർ അങ്ങനെ തുടങ്ങിയ നാണ്യവിളകൾ ചെയ്യുന്ന ആളുകൾക്കും അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന സമയത്ത് അതിന് സാധാരണയിൽ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനും സംസ്ഥാന ഘടകത്തിനും കഴിഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പാലക്കാടിൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട അല്ലെങ്കിൽ പാലക്കാട് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട MPക്കൊന്നും ഇതിൽ യാതൊരു റോളും ഉണ്ടായില്ല. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ആ പദ്ധതിയുടെ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകളുടെ കോമ്പൻസേഷൻ പോരെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് പാലക്കാട് MPയുടെ ഉത്തരവാദിത്തമായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. കോമ്പൻസേഷൻ കിട്ടാതെ ഏറ്റവും അവസാനം അദ്ദേഹം കോമ്പൻസേഷനുകൾ സംബന്ധിച്ച് എല്ലാ തീരുമാനവും ആയ ശേഷമാണ് ഈ കഴിഞ്ഞ അടുത്ത ദിവസം പാർലമെൻറ്റിൽ ഈ ചോദ്യം ഞാൻ ഉന്നയിച്ചു എന്നുള്ള ഒരു ഇതുമായിട്ട് മുന്നോട്ട് വന്നത്. അട്ടപ്പാടിയെ സംബന്ധിച്ചോളം പാലക്കാടുകാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് പാലക്കാടുകാർ മാത്രമല്ല മലയാളികൾ തല കുടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഏറ്റവും അടുത്ത ദിവസം അട്ടപ്പാടിയിൽ നിന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ട ഒരു യുവാവിനെ മുളയിൽ മഞ്ചം കെട്ടിയിട്ട് ആംബുലൻസിൽ എത്തിക്കേണ്ടി വന്നു. MP പ്രതികരിച്ചത് ആ യുവാവിന് പ്രേമ നൈരാശ്യം കൊണ്ട്
അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. അയാൾക്കെതിരെ കേസ് എടുക്കണം, BJP-ക്കാർ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാം. മേലെ പുതിയാർ എന്നുള്ളതിലേക്ക് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ 2018 അനുവദിച്ച പദ്ധതി 2020 പണി പൂർത്തീകരിച്ചുകൊണ്ട് കരാറുകാരന് ബില്ല് കൊടുത്തു. അവിടെ 700 മീറ്ററോളം റോഡ് നിർമ്മാണം പാതി വഴിയിലാണ്. അവിടെയാണ് വാഹനങ്ങൾ പോകാൻ സൗകര്യമില്ലാത്തത്. MP-യുടെ ഭാഗത്ത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടാക്കി. വിവിധ കേന്ദ്ര പദ്ധതികൾ 42 കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിൻ്റെ പരിപൂർണമായിട്ടുള്ള ചുമതല MP-ക്കാണ്. സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ ഇത് കൃത്യമായിട്ട് നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടത് MP-യാണ്. ഈ മേലെ പുതിയാറിലേക്കുള്ള പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന 4,89,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആ റോഡ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം VK ശ്രീകണ്ഠനായിരുന്നു. അദ്ദേഹം അതിൽ പരാജയമാണ്. അദ്ദേഹത്തിന് ഒരു കേന്ദ്ര പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ശ്രീകണ്ഠൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. അട്ടപ്പാടിയിലൊക്കെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ കോടിക്കണക്കിന് രൂപ എല്ലാ പഞ്ചായത്തുകൾക്കും ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പാക്കപ്പെട്ടിട്ടില്ല. 30-35% മാത്രമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ചെലവഴിക്കപ്പെട്ടുള്ള തുക. 2024 മാർച്ച് 31 അവസാനിക്കുന്ന പദ്ധതിയാണ്. പാലക്കാട് രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുന്ന പദ്ധതി കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ, അത് മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ, അതിൽ ഇടപെടുന്ന കാര്യത്തിൽ പാലക്കാട് MP എന്നുള്ളതിൽ VK ശ്രീകണ്ഠൻ പരാജയമാണ്. ഇത്തരത്തിൽ ഒരു MP എന്നുള്ള നിലയിൽ പരിപൂർണമായിട്ടും പരാജയപ്പെട്ട ഒരാളാണ് വീണ്ടും മത്സരിക്കുന്നത്. ലോക്സഭയിൽ പാലക്കാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, പാലക്കാടിനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ നേടിയെടുക്കാൻ VK ശ്രീകണ്ഠന് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല. ഒരു നേട്ടവും പറയാനില്ല. ഇടതുപക്ഷത്തിൻ്റെ MP-മാർ 96 മുതൽ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. പാലക്കാടിനെ ഇടതുപക്ഷത്തിൻ്റെ MP-മാരുടെ കാലഘട്ടത്തിൽ പാലക്കാടിന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കപ്പെട്ടു. പാലക്കാടിന് 1ാം UPA സർക്കാരിന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷമാണ്. ആ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കപ്പെടുന്നത്. അന്ന് പാലക്കാട് MP ആയിരുന്ന NN കൃഷ്ണദാസ് പറഞ്ഞത്, റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കപ്പെടുന്നതിന് പകരമായിട്ട് പാലക്കാട്ടുകാർക്ക് കോച്ച് ഫാക്ടറി ഞങ്ങൾ സമ്മാനമായിട്ട് തരുന്നുണ്ട്. 5000 ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും 5000 ആളുകൾക്ക് പരോക്ഷമായിട്ടും ജോലി കിട്ടുന്ന ഫാക്ടറിയാണ്. അതാണ് പാലക്കാട്ടുകാരെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ അന്ന് 2 മുന്നണികളും കോൺഗ്രസും CPM-ഉം ചേർന്ന് പാലക്കാട്ടുകാരെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞു. പാലക്കാട്ടുകാർക്ക് 1ാം UPA സർക്കാരിൻ്റെ 2014 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വേണമെങ്കിൽ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാമായിരുന്നു. യാഥാർത്ഥ്യമാക്കിയില്ല. CPM-നെ അവർ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ അത് സമ്മർദ്ദം ചെലുത്തി പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിക്കാമായിരുന്നു. അവരും ചെയ്തില്ല. അപ്പോൾ 2 ആളും ചേർന്ന് പാലക്കാടിന് ലഭിക്കാൻ സാധ്യതയില്ലാത്ത കോച്ച് ഫാക്ടറിയുടെ പേരിൽ പാലക്കാടിൻ്റെ അഭിമാനമായിരുന്ന റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചുകൊണ്ട് പാലക്കാടൻ ജനതയെ വഞ്ചിക്കുകയാണ് 2 മുന്നണി ചെയ്തത്. BJP-യിലാണ് NDA-യിലാണ് പാലക്കാട്ടുകാരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും ഇത്തവണ വോട്ടായി മാറും. മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനപ്രതിനിധി പാലക്കാട് തിരഞ്ഞെടുക്കപ്പെടണമെന്നുള്ള പാലക്കാട്ടുകാരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതാണ് ഞങ്ങളുടെ